പ്രഭാകരൻ, വിശാൽ ഇവരുടെ ഡയറക്ഷനിൽ രവി അരസിൻ്റെ സ്റ്റോറി റൈറ്റിങ്ങിൽ അതേപോലെ വിശാലിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഇറങ്ങിയിരിക്കുന്ന മകുടം മൂവിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ സിനിമ ഞാൻ കുറേ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. കാരണം വിശാലാണ് ഈ സിനിമയിലെ നായകൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല പൊളിച്ച ആക്ഷൻ ഉണ്ടാവും. കാരണം വിശാൽ സിനിമയിൽ നായകനാകുന്നതിനും ആ സമയത്ത് പുള്ളിയുടെ ഗുരുവായിട്ടുള്ളത് പുള്ളി ശിഷ്യനായിരുന്നത് ആക്ഷൻ കിങ് അർജുൻ്റെ കീഴിലാണ്. ആക്ഷൻ കിങ് അർജുൻ്റെ ആക്ഷനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ പുള്ളിയുടെ ശിഷ്യനായിട്ട് ഒരാൾ വരുമ്പോൾ പുള്ളിയുടെ അടുത്തും ആക്ഷൻ കിങ്ങിൻ്റെ 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ ആ പവർ നമുക്ക് ആക്ഷനിൽ ആസ്വദിക്കാൻ സാധിക്കും. അതങ്ങനെ തന്നെ ആയിരുന്നു വിശാലിൻ്റെ പഴയ സിനിമകളിലൊക്കെ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോകും. 10-50 പേര് പുള്ളിയുടെ മുമ്പിൽ അടിക്കാൻ വന്നാലും പുള്ളി അടിക്കുന്ന അടി കാണുമ്പോൾ നമ്മളങ്ങനെ വിശ്വസിച്ച് പോകും. അതുപോലെ ആക്ഷൻ ചെയ്യുന്ന ആക്ഷൻ ഹീറോ തന്നെയാണ് വിശാൽ. അപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് പോയി. സിനിമ തുടക്കത്തിൽ തന്നെ പഴയ സിനിമകളിൽ ആദ്യ നായകൻ്റെ ചെറുപ്പം കാണിക്കുമല്ലോ. പഴയ തമിഴ് സിനിമകളിൽ എപ്പോഴും ഉള്ളൊരു പതിവാണത്. നായകൻ്റെ ആ ചെറുപ്പത്തിൽ ഭയങ്കര കഷ്ടമായിരിക്കും ആ ചെറിയ ബാലനായിട്ട് വരുന്ന ജൂനിയർ നായകൻ. എന്നിട്ട് പെട്ടെന്ന് ഇനി ഞാൻ എന്തായാലും മുന്നേറുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ കാണാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഫസ്റ്റ് തന്നെ തുടങ്ങും. അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് പറക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞതും തന്നെ നമ്മുടെ വിശാലും ഒരു ഹീറോയിൻ ദുഷറ വിജയനും ദുഷറ വിജയൻ്റെ അച്ഛനായിട്ട്, അതായത് വിശാലിൻ്റെ അമ്മായച്ഛനായിട്ട് തമ്പിരാമയ്യയും, ഇവർ 3 പേരും ചെന്ന് വെറുപ്പിക്കൽ ഇടവേള വരെയും. അതിലൊരു കാറിൻ്റെ മേട്ടറൊക്കെ വരുന്നുണ്ട്. എൻ്റെ അമ്മോ, തലയിൽ കൈവച്ചിരുന്നു പോവും. അതുപോലെ ആ കാറ് മേട്ടറും പറഞ്ഞിട്ട് കുറേ ടൈം നമുക്ക് ഇക്കിളിപ്പെടുത്തിയാലും അങ്ങനെ ചിരി വരില്ല. അതുപോലത്തെ വളിഞ്ഞ കോമഡികളും വെറുപ്പിക്കൽസും ആയിട്ട് സിനിമ പുരോഗമിക്കുകയാണ്. ഒരു സീനിൽ തമ്പിരാമയ്യനെ വിശാൽ കാണാൻ വരുമ്പോൾ അവിടെ ഭയങ്കര കുളിരാണ് പറഞ്ഞിട്ട് പുള്ളി നടുങ്ങിക്കൊണ്ട് സംസാരിക്കുകയാണ്. ആ നടുക്കത്തിലുള്ള സംസാരമൊക്കെ നന്നായിരുന്നു. ആ സമയത്ത് ഒരു ലേഡി ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതും ആ നടുക്ക സംഭവങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഡയലോഗ് കഴിഞ്ഞ അടുത്ത സീനിൽ പുള്ളി 100 ഡിഗ്രിയുള്ള കാലാവസ്ഥയുള്ള സ്ഥലത്ത് എങ്ങനെ സംസാരിക്കുക, അതുപോലെ ഒരു നടുക്കവും ഇല്ല, ഒന്നുമില്ല. പുള്ളി നന്നായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ അമ്മായച്ഛൻ തമ്പിരാമയ്യ. അത് കണ്ടപ്പോൾ ഇത് എവിടെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തി മനസ്സിലായില്ല. ഇരിക്കുന്നതൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ വെറുതെ ഒരു കോമഡിക്ക് വേണ്ടി അവിടെ ഒരു നടുക്കം സീന്, ശരി അത് പോട്ടെ. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് നല്ല ഭാഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കാറുമേട്ടറിൽ തന്നെ പിടിച്ച് അങ്ങനെ പോയിട്ട് ഇടവേള വരെയും അതിന് കുറച്ച് മുമ്പ് വരെയും വിശാലിൻ്റെ സംഭവങ്ങളൊന്നും സിനിമയെ കാണാനില്ല. വെറുപ്പിക്കൽ മാത്രം 3 കൂട്ടരും ചേർന്നിട്ട്. ശരി, ഇടവേളയാകാറായപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സംഭവം. അപ്പോൾ അതാ ഒരു സംഭവം വരുന്നു. വിശാലിൻ്റെ അടിപൊളി മ്യൂസിക്, GV പ്രകാശാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് അവിടെ GV പ്രകാശിൻ്റെ അടിപൊളി മ്യൂസിക്കിൽ നായകൻ അങ്ങനെ വരികയാണ്. അവിടെ ഒരു നല്ല സംഭവം തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വിശാൽ ഇവിടുന്ന് അങ്ങോട്ട് കലക്കൻ ആക്ഷനൊക്കെ ഉണ്ടാവും, നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് കരുതിയാ. അവിടെ ആക്ഷനൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ വലിയ സംഭവങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ അതവിടെ നിന്നു. അങ്ങനെ ഇടവേളയായി. ഇടവേള കഴിഞ്ഞ് സിനിമ വീണ്ടും തുടങ്ങിയപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിലെ ശരിക്കുള്ള കഥാപാത്രത്തിൻ്റെ പേര് വിശാലിൻ്റെ ലിംഗയാണ്. അപ്പോൾ ലിംഗയുടെ കാര്യങ്ങളൊക്കെ കാണിച്ച് വന്നിരുന്നു. ഇടവേള കഴിഞ്ഞിട്ടാണ് ലിംഗയുടെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. ഈ ലിംഗയാണെങ്കിലോ ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡയറക്ടർ വാസുകി ഭാസ്കറാണ്. പുള്ളി ഇതിലെ കോസ്റ്റ്യൂം കൊടുത്തിരിക്കുന്നത് വിശാലിന് പണ്ടൊക്കെ നമ്മുടെ ഒരുപാട് വർഷം മുമ്പാണ് കേട്ടോ, നമ്മുടെ റോട്ടിൽ കൂടെ അതായത് തെരുവിലൂടെ ഒരു കോലിൽ ഒരു തരം മുട്ടായി ഇങ്ങനെ ചുറ്റിയിട്ട് ഒരാൾ വരും. കോലുമുട്ടായി അത് നമ്മൾ പോയി വാങ്ങാൻ പോയാൽ 10 പീസ 5 പീസയ്ക്കൊക്കെ പുള്ളി അതിൽ നിന്ന് പറിച്ച് നൂല് പോലെ എടുത്ത് ഒരു ഇതിൽ ചുറ്റിത്തരും. അത് തിന്നാൻ നല്ല ചപ്പിയും കുടിക്കാൻ നല്ല രസമാണ്. ആ വരുന്ന ആ ഒരു കോലുമുട്ടായിയുടെ ചങ്ങാതിയുടെ
ആ കോസ്റ്റ്യൂം ഇതിലും എത്രയോ രസമാണ്. ഇത് ഒരു ജാതി ഒരു തരം വേഷവും ഇട്ട് അതിന് പറ്റിയ രീതിയിൽ ഒരു തൂങ്ങിയ മീശയും വെച്ച് ജോക്കറിനെ പോലെ, അതേപോലെ ആ വിശാലിൻ്റെ ആ ലിങ്കായിട്ടിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഇതുവരെ ഒരു നടന് ഇത്രയും ബോറായിട്ടുള്ളൊരു കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു വേഷമാണ് വാസുകി ഭാസ്കർ. എന്താ വാസുകി ഭാസ്കർ ഇത്? നായകനെ ഇങ്ങനെയൊക്കെ ആക്കി വെക്കണോ? ഇതാണോ കോസ്റ്റ്യൂം? 1965 എന്നൊക്കെ സിനിമയുടെ സംഭവം കാണിച്ചെങ്കിലും അന്ന് ഇതുപോലത്തെ വെറുപ്പിക്കുന്ന വേഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വാസുകി ഭാസ്കറുടെ ഒരു ഭാവനയായിരിക്കാം. 6 ബോറൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് ലിങ്കയുടെ പൊട്ടം കളിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ മുഴുവൻ. എന്താ പറയുക, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പുതിയ നായിക വരികയാണ് അഞ്ജലി ശരിക്ക് കുറച്ച് ബ്യൂട്ടിയുള്ള ഗേൾ തന്നെയാണ്. അവർ നല്ല സൗന്ദര്യമുള്ള ഒരു നടിയാണ്. അവർക്ക് പോയിട്ട് ഇതിൽ കുറേ മേക്കപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ വയസ്സായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആവശ്യം അഞ്ജലിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെയും മേക്കപ്പ് ഒരു സുഖമില്ല. പിന്നെ അഞ്ജലിയുടെ കുറച്ച് പൊട്ടം കളിയുണ്ട്. വിശാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ 1 2 അല്ലെങ്കിൽ അതിലധികമോ ഹീറോയിൻസ് ഉണ്ടാവും. ഇതിൽ 2 ഹീറോയിൻസ് ഉണ്ട്. രണ്ടും വെറുപ്പിക്കൽസ് തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും വിശാലിൻ്റെ പാട്ടുകളുണ്ടാവും, ഡപ്പാങ്കുത്ത് പാട്ടുകൾ. അതില്ലാന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ അഞ്ജലി വന്നതോടെ അത് ആ ഡപ്പാങ്കുത്ത് പാട്ടും ഉണ്ട്. അപ്പോൾ വിശാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നായികമാരും അതേപോലെ ഇങ്ങനെ ഡപ്പാങ്കുത്ത് പാട്ടുമൊക്കെ വേണമെന്ന് പുള്ളി തന്നെ തീരുമാനിച്ചിരിക്കുക. കാരണം ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ വിശാൽ തന്നെയാണ്. അതേപോലെ ഡയറക്ഷനിലും പുള്ളിയുണ്ട്. അതേപോലെ സിനിമയുടെ പ്രൊഡ്യൂസർ ആരാന്നറിയോ? തമിഴ് സിനിമയിലെ നടൻ ജീവയുണ്ടല്ലോ, പുള്ളി ഇതിലെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. ജീവയുടെ കാശ് പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്ഷൻ ലിങ്ക വന്നതിന് ശേഷം ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ലിങ്ക എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഞാൻ എന്താവുമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോണ്ട് തെലുങ്ക് സിനിമകൾ അങ്ങനെ ബാക്കിൽ നിൽക്കും. അതുപോലത്തെ വെറുപ്പിക്കൽ ആക്ഷൻ. നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്കിലെ പുള്ളീനെ ഒരു സിനിമയിൽ വാള് കൊണ്ട് ഒരാൾ ഇവിടുന്ന് കുത്തും ബാക്കിൽ നിന്ന് കുത്തും. ഈ മാജിക് ഷോയിൽ ഒരു പെട്ടിക്കകത്തിട്ടിട്ട് കുറേ വാള് കുത്തി വയ്ക്കില്ലേ, അതുപോലെ നന്ദമൂരി ബാലകൃഷ്ണനെ കുത്തുമ്പോൾ എന്നിട്ട് അവരൊക്കെ വാൾ ഊരിയതും പുള്ളി വളരെ കൂളായിട്ട് ഒരു ഷാൾ എടുത്ത് കെട്ടിയിട്ട് അവരെയൊക്കെ തീർക്കുന്ന സിനിമകളൊക്കെ, ആക്ഷൻ സിനിമകളൊക്കെ കണ്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൽ നായകനെ കുറേ വെടിവെക്കുന്നു. നായകനപ്പം ജിങ്ക് ചിക്ക് പറഞ്ഞിട്ട് എന്ത് ഡാൻസാണ് പുള്ളി കളിക്കുന്നത്? ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻ ചെയ്യണ്ടേ? ഒരു പൊട്ടം കളി ലിങ്ക എന്നും പറഞ്ഞിട്ട്. അപ്പോൾ GV പ്രകാശിൻ്റെ മ്യൂസിക് ഹൈപ്പ് കൊടുത്തുകൊണ്ട് അവിടെ മ്യൂസിക് വരുന്നുണ്ട്. പക്ഷേ ലിങ്കയുടെ പൊട്ടം കളിക്ക് ഒന്നും സൂട്ടാകുന്നില്ല ആ മ്യൂസിക്. നല്ല മ്യൂസിക് ചില സീനുകളിൽ വരുന്നുണ്ടെങ്കിലും ആ മ്യൂസിക് അതിന് സൂട്ടാവുന്നില്ല. അങ്ങനത്തെ വെറുപ്പിക്കൽസ്. അതിൻ്റെ ഇടയിൽ കൂടെ സിനിമയുടെ കുറേ എത്തിയപ്പോൾ ഒരു ഭയങ്കര ആക്ഷൻ വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര ആക്ഷനാണ് വരാൻ പോകുന്നു. ഇപ്പോഴെങ്കിലും വിശാലിൻ്റെ ആ പഴയ സ്വഭാവം എടുക്കുമെന്ന് നോക്കിയാൽ കുറേ ലേഡീസ് വന്നിട്ട് എൻ്റെ അമ്മോ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തോന്നുമായിരുന്നു. ഞാൻ കുറേ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പൊട്ടം കളി കണ്ടിട്ട്. ലേഡീസൊക്കെ പാടെ ചാടി മറിഞ്ഞ് അത് കാണിച്ച് ഇത് കാണിച്ച് മൊത്തത്തിലൊരു പൊട്ടം കളി. 6 ബോറൻ സാധനം. ലിങ്കയുടെ കൂട്ടുകാരായിട്ട് സഹനടന്മാരായിട്ട് ജയപ്രകാശും ജോൺ വിജയും ഉണ്ട്. അവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ലിങ്കേനെക്കാളും ഒന്നുകൂടി മെച്ചമുണ്ട് എന്ന് പറയാം. അവർ കുറച്ച് സീരിയസ് ആയിട്ടും അതേപോലെ ദേഷ്യപ്പെടുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ധൈര്യത്തോടെ സംസാരിക്കുന്ന രീതിയിലൊക്കെ സംഭവങ്ങളുണ്ട്. അത് നന്നായിരുന്നു. പക്ഷേ ലിങ്ക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളും അതേപോലെ കൃപാകർ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ വെറുപ്പിക്കൽസ് കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ടിക്കറ്റ് കീറുന്ന ആളെന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. പുള്ളി എന്നെക്കുറിച്ച് അറിയാം. അപ്പോൾ അയാൾ എപ്പോഴും ചോദിക്കും തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറിനെ കാണാൻ പോവാണ്, കാരണം കൊടുത്ത പൈസയ്ക്ക് മേലെ ഇങ്ങോട്ട് പുള്ളി തരാനുണ്ട്. കാരണം ഇതൊക്കെ കണ്ടിരിക്കാൻ പുള്ളി ആരെങ്കിലും സഹിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ എന്നെ നോക്കി. കാരണം ഇനിയും സിനിമ ഓടണ്ടേ. സിനിമ ഓടുന്നത് ഓടാത്തത് മറ്റൊരു കാര്യം. അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പക്കാ ഊച്ചാളിപ്പടം.